ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, വേളാങ്കണ്ണിക്ക് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. എല്ലാവരും തന്നെ നല്ല ക്ഷീണത്തിലാട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി. നമുക്ക് 11 മണിക്കായിരുന്നു കേട്ടോ ട്രെയിനിലൊക്കെ 11 മണി 11:30 അറൗണ്ട് ഒരു ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി നമ്മുടെ യാത്രയൊക്കെ ആരംഭിച്ചു. ഞങ്ങൾ കുറച്ചൊരു വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വർത്തമാനം പറയുന്നത് കേട്ടോ കാണുന്നത്. അപ്പോൾ കുറച്ചേരം വർത്തമാനം പറഞ്ഞു കഴിയുമ്പോൾ അച്ചാച്ചനൊക്കെ ഒരു നല്ല ഉറക്കമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ഞങ്ങൾ നാഗപട്ടണത്താട്ടോ ഇറങ്ങിയത്. എക്സാക്ട് വേളാങ്കണ്ണിയില്ല, ഞങ്ങൾക്ക് നാഗപട്ടണം വരെയുള്ള ട്രെയിനാണ് കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി. പിന്നെ ലഗേജ് ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേളാങ്കണ്ണി കയറാനും നോക്കിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നിരുന്നു, ഒരു ഓട്ടോറിക്ഷ. അപ്പോൾ അതിന് ഞങ്ങൾ വന്ന് അങ്ങനെ നമ്മുടെ റൂമൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ 3 റൂം ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളിങ്ങനെ ഒരു പുതിയ വില്ല കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഇത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഊഞ്ഞാലും കണ്ടു. അങ്ങനെ ഞങ്ങളത് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടൊക്കെ ചെയ്യാമല്ലോ, ഒരു വീട് പോലത്തെ ഒരു സംഭവം, 3 റൂമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ലഗേജൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്കൊക്കെ വന്ന് നമ്മുടെ നേർച്ചകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ റിഫ്രഷ് ആയിട്ട് നമുക്ക് പിന്നെയും പള്ളിയിൽ പോവാം എന്നൊരു കോൺസെപ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് തിരിയൊക്കെ കത്തിച്ച് മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് ഈ പള്ളിയെന്ന് വെച്ചാൽ നമ്മൾ മുട്ടുത്തി കയറുന്ന പള്ളിയില്ലേ, ആ പള്ളിയാട്ടോ അത്. നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകണത്, അത്ഭുത വെള്ളമൊക്കെ കൊണ്ടുപോകണത് ആ കിണറാട്ടോ അത്. ഇവിടെ കടലടുത്തുള്ളതുകൊണ്ട് തന്നെ കിണറ്റിലെ വെള്ളം അങ്ങനെ എന്തൊക്കെയുണ്ട്, എനിക്ക് എക്സാക്റ്റായിട്ട് തിയറി ഒന്നും അറിയത്തില്ല. മാതാവ് വെള്ളം കൊടുത്ത് അങ്ങനെ എന്തൊക്കെയാണ് ആ കിണറാട്ടോ അത്. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് തൊട്ടടുത്താട്ടോ ഈ പള്ളികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോയത്. അങ്ങനെ നമ്മൾ പഴയ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ പഴയ പള്ളിയിലേക്ക് പോണ വഴിക്ക് കാണുന്ന പള്ളികളൊക്കെ ആട്ടോ ഇതൊക്കെ. പഴയ പള്ളിയെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമുക്ക് കുർബാനയ്ക്ക് പേര് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുർബാനയ്ക്ക് പേര് കൊടുക്കാൻ കയറിയിരിക്കുന്നത് കേട്ടോ അത്. നമ്മുടെ പഴയ പള്ളിയുടെ സൈഡിൽ തന്നെ കാണുന്നത്, ഈ സ്റ്റോറിൻ്റെയൊക്കെ ഇപ്പുറത്ത് നമ്മൾ തിരി സംഭവങ്ങളൊക്കെ വാങ്ങിക്കത്തില്ലേ അതിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ അവിടെ കയറി. പിന്നെ അവിടെ നിന്ന് വെച്ചാൽ എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പഴയ പള്ളി ആ പള്ളി കേട്ടോ. അങ്ങനെ നമ്മുടെ ബീച്ചിന് നേരെ ഓപ്പോസിറ്റാണത്. ഇതാണ് നമ്മുടെ പഴയ പള്ളി. ഇവിടെ മൊത്തത്തിൽ പണിയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ പള്ളികളിലെ. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് വേറെ പള്ളി. അങ്ങനെ കുറേ പള്ളികൾ ഇൻ്റർ കണക്റ്റഡ് ആട്ടോ. അങ്ങനെ നമ്മൾ പൂമാലയൊക്കെ മേടിച്ചു, പൂമാലയൊക്കെ അർപ്പിച്ചു. പിന്നെ നമ്മൾ വീടുകളിൽ നിന്ന് നേർച്ചയൊക്കെ വാങ്ങിക്കത്തില്ലേ, അതൊക്കെ ഞങ്ങൾ വെച്ചു. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേർച്ചയൊക്കെ വെക്കുമ്പോൾ കുറേ തിരിയും സംഭവങ്ങളൊക്കെ തരും. അപ്പോൾ നമുക്കത് ഓരോ വീടുകളിലൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പം അങ്ങനെ നമുക്ക് ഒരുപാടൊന്നും തരത്തില്ല അവിടെ നിന്ന്. പിന്നെ പൂമാല അർപ്പിക്കുമ്പോൾ ആ മാലയുടെ ഇങ്ങനെ ഒരു കഷ്ണം എന്താ പറയുക, കുറച്ച് മുറിച്ചിട്ടൊക്കെ നമുക്ക് തരും. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പം അതൊന്നുമില്ല, ഒത്തിരി ചേഞ്ചായിട്ട് വേളാങ്കണ്ണി, ഒത്തിരി ചേഞ്ചായി. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ റോജച്ചേട്ടന് മുട്ടയടിക്കാനായിട്ടുണ്ടായിരുന്നു. റോജേട്ടൻ മുട്ടയടിച്ചു. പിന്നെ എനിക്ക് ഹെയർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് വന്നതിനിപ്പോൾ നമ്മുടെ ഒട്ടകത്തിനെ കണ്ടു. പിന്നെ ഇത് കണ്ടോ, ഈ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് ഓടിപ്പടഞ്ഞ് വന്നത്, മീൻ കഴിക്കാൻ. ഇവിടുത്തെ മസാലയൊക്കെ വേറെ തന്നെ ലെവൽ ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പേഴ്സണലി ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ കഴിക്കാണെന്നൊരു ഹൈജീൻ ആ ഒരു പ്രശ്നം കൊണ്ട് കഴിക്കാമെന്ന്. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, സംഭവം നല്ലതായിരുന്നു കേട്ടോ. പേഴ്സണൽ ചോയ്സ് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. സാധനം നല്ല കിടക്കാച്ച സാധനമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ട്രോളിങ് ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് അഴുകിയ മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ സംഭവമൊക്കെ സെറ്റായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ പെട്ടിക്കടകളിലൊക്കെ കയറി. ബീച്ച് സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ കടയുണ്ട്. പള്ളിയുടെ അവിടം വരെ വരെ ഇഷ്ടംപോലെ കടകളാണ്. അങ്ങനെ കടകളിലൊക്കെ കയറി കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു. ഒരു കിളിക്കട്ട മേടിച്ചു, അതവിടെ കളിപ്പാട്ടം മേടിച്ചു. പിന്നെ കുഞ്ഞാവയ്ക്ക്, നമ്മുടെ റോച്ചേൻ്റെ വാവയ്ക്ക് റോച്ചേട്ടൻ കിളിക്കട്ടൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ മുട്ടുത്തി കയറിയെന്ന് വെച്ചാൽ ഇത്തവണ കുറച്ച് ടാസ്ക്കായിരുന്നു. പണ്ടത്തെ പോലെ മണൽ അത്ര ഇല്ല. ഇപ്പം മണലൊക്കെ കുറേ ആൾക്കാരൊക്കെ വാരി കൊണ്ടുപോയി. പിന്നെ എന്താ പറയുക, ചവിട്ടി നടന്നും. പിന്നെ കുറേ കുപ്പിച്ചില്ല്, കമ്മലിൻ്റെ കഷ്ണം, അങ്ങനെയൊക്കെ ആയിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ മുട്ടത്തി കയറലൊക്കെ വൻ ടാസ്ക് ആയിരുന്നു. പക്ഷേ നമ്മൾ മാതാവിനോടൊരു നിയോഗം വെച്ച് കയറിയ സംഭവം നിയോഗം നമ്മുടെ മാതാവ് സാധിച്ചു തരും. അത് 100-ൽ 105% ഉറപ്പാട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മൾ പള്ളിയിലേക്ക് വന്നേക്കാം. പിന്നെ നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചു കൊടുത്ത് നമ്മളത് കഴിച്ചു കേട്ടോ. അത് നമ്മൾ കണ്ടത് നേരത്തെ. അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് വന്നേക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഉൾഭാഗം. പള്ളിയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിയ പള്ളിയാണ് കേട്ടോ. നല്ല സ്പേസൊക്കെ ഉണ്ട്. നമ്മുടെ ഈ പള്ളിയിലാട്ടോ മലയാളം കുർബാന ഉള്ളത്. ഓരോ ടൈമിലൊക്കെ കേട്ടോ മലയാളം കുർബാന. ഞായറാഴ്ചയും ശനിയാഴ്ച ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഞായറാഴ്ച എന്തോ ആട്ടോ കണ്ടത്. പിന്നെ ഞായറാഴ്ചയല്ല കേട്ടോ, വേറെ ദിവസം കണ്ട്. എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്റ്റ് അറിയില്ല ടൈം. പിന്നെ നമ്മൾ കണ്ട രൂപം ഈ പുതിയ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലാട്ടോ ഈ രൂപം കാണുന്നത്. പിന്നെ നമ്മൾ റിട്ടേൺ പോകണം കൊണ്ട് തന്നെ നമ്മൾ ബാക്കി എല്ലാ പള്ളികളിലും ഓടിച്ചിട്ട് കയറാം കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഓരോ പള്ളികളിലും നമ്മൾ കയറാണ്. അപ്പോൾ ഈ പള്ളിയെന്ന് വെച്ചാൽ എപ്പോഴും ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള പള്ളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് കയറി. എല്ലായിടത്തും ഇങ്ങനെ ഓരോരോ രൂപങ്ങൾ, മാതാവ് ഇങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ ഓരോരോ രൂപങ്ങളുണ്ട് കേട്ടോ എല്ലായിടത്തും. കുറേ അത്ഭുതങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവണം. മാതാവ് ഇങ്ങനെ പാൽക്കാരനായിട്ടുള്ളൊരു പയ്യനെ ഹെൽപ്പ് ചെയ്തത്, അങ്ങനെ കുറേയൊന്നും എനിക്കും അറിയത്തില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള നമ്മൾ മുട്ടത്തി കയറുന്നതിന് നേരെ ഓപ്പോസിറ്റുള്ള പള്ളിയിലാണ്ടോ കയറി നിൽക്കണത്. അതിൻ്റെ മേളിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം വേളാങ്കണ്ണിയിൽ ഓൾമോസ്റ്റ് എല്ലാ പള്ളിയും കാണാൻ പറ്റും. ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പോണ വഴിക്ക് ആൻറ്റി എന്നെ വിളിക്കണതാണ് കേട്ടോ, വെയിലത്തേക്കുള്ള നടക്കണമെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറയുക, വേളാങ്കണ്ണിന്ന് വെച്ചൊരു വേറെ തന്നെ ഫീൽ എപ്പോഴും. കാരണം മാതാവിൻ്റെ അടുത്ത് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ മാതാവിനോട് എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ മാതാവ് നമുക്ക് സാധിച്ചു തരും. ഇതിവിടെ ഇങ്ങനെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു അങ്ങനെ മതമൊന്നുമില്ല, എല്ലാ ആൾക്കാരും തന്നെ വന്നതാട്ടോ ഇവിടെ. എല്ലാ വിശ്വാസികളും വരും ഇവിടെ. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ കയറി. ഈ വേളാങ്കണ്ണിയിൽ വന്ന മെയിനായിട്ട് നമ്മൾ മേടിക്കുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ വെളുത്ത കളറൊരു മിഠായി. ആ മിഠായി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇത്ര ആൾക്കാർ വെയിറ്റ് ചെയ്ത് നമ്മുടെ ട്രെയിനുണ്ട് കേട്ടോ. ട്രെയിൻ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മളെ റോജയാണ് നമ്മളൊരു കളിപ്പേരിട്ടു, കട്ടപ്പാന്നും കളിപ്പേരിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ട്രെയിനൊക്കെ എത്തി. നമ്മൾ കയറി. ട്രെയിൻ കുറച്ചധികം ലേറ്റായിരുന്നു. പക്ഷെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ആലുവയിലാട്ടോ ഇറങ്ങിയത്. നമ്മൾ ആലുവയിൽ ഇറങ്ങുന്ന ടൈം സെയിം ടൈം തന്നെയാട്ടോ നമ്മൾ എത്തിയത്. അതവർ മാനേജ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി കുറച്ച് നേരമൊക്കെ അടങ്ങിയിരുന്നു. പിന്നെ നമ്മുടെ മെമ്പർ വഴി തീറ്റ തുടങ്ങി. ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളമിഠായിട്ടോ. ഈ മിഠായി എന്ന് വെച്ചാൽ പഞ്ചസാര ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല എക്സാക്റ്റ് എന്താണെന്ന്. പണ്ടൊക്കെ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വേളാങ്കണ്ണിക്കൊക്കെ വേണ്ടുന്നത്. അങ്ങനെ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.